ശ്രീനാദേവി കുഞ്ഞമ്മയും അതുപോലെ എം.എ. ഷഹനാസും തമ്മിലുള്ള അംഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അത് വായിക്കാം. എം.എ. ഷഹനാസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടൊരു പോസ്റ്റായിരുന്നു. വേറൊന്നുമല്ല, ഷഹനാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഷഹനാസിനെതിരെ ഒരു പരാതിയുമായിട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് എം.എ. ഷഹനാസിൻ്റെ തനി നിറം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഷഹനാസ് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷഹനാസ് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയാണ്, കോൺഗ്രസ് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്നൊരു പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വായ്ത്താളം അടിച്ച് നടക്കുന്ന ഷഹനാസ് ഈ ഒരു പ്രസ്ഥാനത്തെ തകർക്കാനും ഈ ഒരു പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്ന യുവ നേതാക്കളെ തകർക്കാനും വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു പ്രസ്ഥാനം എൻ്റെ ബ്ലഡാന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ചാരപ്പണി ആ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഷഹനാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ പ്രസ്ഥാനത്തിലും കാണും ഇങ്ങനെ കുറേ ചാരപ്പണി ചെയ്യുന്ന കുറേ കൃമികൾ. അപ്പം ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു കൃമിയാണ് ഷഹനാസ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കൃമി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. ആ പ്രസ്ഥാനത്തെ തുരന്ന് നശിപ്പിച്ച് കളയുക, ചാരപ്പണി ചെയ്യുക. യഥാർത്ഥത്തിൽ ഷഹനാസ് ഒരു കോൺഗ്രസ് പ്രവർത്തകയല്ല, നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയിൽ അള്ളിപ്പിടിച്ച് കിടന്നിട്ട് ആ പാർട്ടിയിലെ ഓരോ വളർന്നു വരുന്ന യുവ നേതാക്കളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിമികടിയുണ്ടല്ലോ, കടി നമ്മൾ പറയുമല്ലോ, അതാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ എന്തായാലും ഷഹനാസിനെ വലിച്ചീറി ഒട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. നിയമ നടപടിയായിട്ട് ഈ ഷഹനാസിൻ്റെ ഇപ്പോഴത്തെ ഈ ഷഹനാസ് IAS എടുത്തിട്ടുണ്ടോ, ഷഹനാസ് ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഷഹനാസ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണോ കള്ളമാണോ എന്നൊക്കെ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഇതിലെന്തെങ്കിലും വാസ്തവമായിട്ടുള്ള കാര്യം ഇല്ലെങ്കിൽ ഇവർക്കെതിരെ നല്ല ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മുമ്പോട്ടുള്ള വരക്കം. നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള നാട്ടിലുള്ളൊരു വനിതാ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ശ്രീനാദേവി കുഞ്ഞമ്മ. ശ്രീനാദേവി കുഞ്ഞമ്മയെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര ആളുകൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാൻ. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിനകത്ത് പങ്കുവച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റിനകത്ത് ഇവർക്ക് ഈ എം.എ. ഷഹനാസിനെതിരെ ഉള്ള നിയമ നടപടിയും അതുപോലെ അവർക്കെതിരെ ഒരു അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. അപ്പോൾ അതിനകത്ത് മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് എം.എ. എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഈ ഷഹനാസിൻ്റെയും അതുപോലെ ഈ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. അതിനകത്ത് ഷഹനാസ് പറയുന്ന ഈ എഴുത്തുകാരൻ അയക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ് ഷഹനാസ് അങ്ങോട്ട് പറയുന്നത്. കാരണം ഈ VR സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് എനിക്കൊരു മോശം അനുഭവം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഷഹനാസ് തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ഇയാൾക്കെതിരെ എന്തൊക്കെ മീറ്റു ആരോപണങ്ങളാണ് ഇവർ പറഞ്ഞു നടന്നതെന്ന് അറിയാമോ? വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളെ അത്രയും മോശക്കാരനാക്കി, സത്യം പറഞ്ഞാൽ ഇയാളെ കുടുംബം തകർക്കുന്ന രീതിയിൽ തന്നെ ഈ ഷഹനാസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ദ്രോഹങ്ങളും ഇത്രയൊക്കെ ഉടായ്പകളൊക്കെ ചെയ്ത ഒരാളെ ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വെച്ചേക്കുന്നല്ലോണ്ട് ഈ പ്രതിപക്ഷ നേതാവും ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ വി.ഡി. സതീശനൊക്കെ ഇപ്പോഴും ഇവരെ സംരക്ഷിച്ച് ഈ ഒരു പാർട്ടിയിൽ നിർത്തുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത് അല്ലേ. അപ്പം ഇതൊക്കെ നോക്കിക്കോണം, ഇതൊക്കെ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും. ഈ ഷഹനാസിനെ പോലെയുള്ള ആളുകളെ ഈ പാർട്ടി ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര തിരിച്ചടിയായിരിക്കും ഈ ഇലക്ഷനകത്ത് കിട്ടാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ശരിയാണ്, നിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെ ഈ എം.എ. ഷഹനാസിനെ വലിച്ചീറി. എം.എ. ഷഹനാസിൻ്റെ റിയൽ ക്യാരക്ടർ ആരാണ് ഷഹനാസ്, എന്താണ് ഷഹനാസ് എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നത് ഈ നിയാസ് മലബാറി എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്നാണ്. പുള്ളിക്കാരനാണ് ഫേസ്ബുക്കിലൂടെ ഈ ഷഹനാസിൻ്റെ IASൻ്റെ സംഭവവും IAS ഒറിജിനലാണോ വ്യാജമാണോ എന്നൊക്കെ ഉള്ളൊരു സംഭവം വെളിയിൽ കൊണ്ടുവന്നതും, അതുപോലെ ഷഹനാസിൻ്റെ മോളുണ്ടല്ലോ, ആ മോള് അനിയത്തിയുടെ മോളാന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞതും ഈ എഴുത്തുകാരൻ സുധീഷുമായിട്ടുള്ള പല കാര്യങ്ങളും വെളിയിലേക്ക് കൊണ്ടുവന്നതും ഈ നിയാസ് മലബാറി എന്ന് പറഞ്ഞ ഐഡിയയിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ് പുള്ളി കൊണ്ടുവന്നത്. അപ്പം
പുള്ളിക്ക് വ്യക്തിപരമായിട്ടും നല്ല വ്യക്തമായിട്ടും ഈ ഷഹനാസിനെ പറ്റിയിട്ട് അറിയാം. ഈ ഷഹനാസിൻ്റെ ഓരോ ഉടായ്പും ഇവർ കാണിച്ചു കൂട്ടിയതിൻ്റെ സകലമാന തെളിവുകളും പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. ഉള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ്ബുക്കിനകത്ത് വന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇവരെ പറ്റിയിട്ട് വെളിപ്പെടുത്തുന്നത്. എന്നിട്ടും അത് ഉള്ളതായോണ്ടാണല്ലോ ഇവർ ഈ നിയാസ് മലബാറിക്കെതിരെ ഈ ഷഹനാസ് ഇതുവരെ ശബ്ദം ഉയർത്താതിരിക്കുന്നത്. ഉയർത്തിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലിച്ചീറി ഉപ്പിലിടുമെന്നറിയാം. ഇപ്പം കുറച്ചേ നാറിയിട്ടുള്ളൂ. ഇനി നിയാസ് മലബാറിക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ മൊത്തം നാറുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഞാൻ ഈ ബാക്കിയും കൂടെ വായിക്കാം. ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടേക്കുന്ന പോസ്റ്റിൻ്റെ ബാക്കി. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ വി ആർ സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണ കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് വരെ പുറപ്പെടുവിച്ചതായും അറിഞ്ഞു. അതെ, നമ്മൾ കണ്ടതാണ് അല്ലേ? ഇത്രയും അഹങ്കാരം. കോടതി ഇവരടുത്ത് ഹാജരാവാൻ പറഞ്ഞിട്ട് പോലും ഈ ഷഹനാസ് ഹാജരായിട്ടില്ല. അതിനെല്ലാം പുച്ഛിച്ച് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഫേസ്ബുക്കിലൂടെ വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷഹനാസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്നൊരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഗണ്ണിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിൽ ഇല്ല എന്ന്. അതുകൊണ്ടാണ് ഇവർ ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നോക്കിക്കോണം. അപ്പം നിയാസ് മലബാറി എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഇവരെ പറ്റിയിട്ട് ഡെയിലി ഈ എം എ ഷഹനാസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഡെയിലി പുള്ളിക്കാരൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ. എം എ ഷഹനാസിൻ്റെ സകലമാന ഉടായ്പും പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയാസാണ്. ആ വ്യക്തിക്ക് എതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ, അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഒരു പരാതിക്ക് പോലും പോവാതെ വേറൊരു നിബു എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കെതിരെ നിബു വർഗീസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കെതിരെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടതിൻ്റെ പേരിൽ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അഭിപ്രായങ്ങൾ പറയാനും അതുപോലെ കമൻ്റ് ഇടാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. ദിവസവും ഈ ഷഹനാസിനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന നിയാസ് മലബാറി എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. അപ്പം അതൊക്കെ സത്യമാണ് എന്ന നല്ല ബോധ്യം ഈ ഷഹനാസിനുണ്ട്. കൂടുതൽ ഈ നിയാസിനോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ, നിയാസ് മലബാറിയോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ സകലമാന കാര്യങ്ങളും എടുത്ത് വെളിയിലേക്ക് ഇടും എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഷഹനാസ് മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയും കൂടെ ഞാൻ വായിക്കാം. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടം ഇടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമിള പറത്തിവിടുന്ന പടം ഇടുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനൊന്നും ഇവർക്ക് ഉത്തരവില്ല. ഒന്നിലും ഈ നിയാസ് മലബാറി എന്നൊരു വ്യക്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരു ഉത്തരവുമില്ല. ഇവർ നേരെ മറിച്ച് എന്താണ് ചെയ്യുന്നത്? ഫേസ്ബുക്കിനകത്ത് ചെയ്യുന്നത് മറ്റേ കുമിള ഊതി പൊട്ടിക്കുന്നതും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ റീൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോ ഇട്ടോ വല്ല മലാഞ്ചി ഇടുന്നതോ വല്ല പുട്ടിയടിക്കുന്നതോ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവർ അതിനുള്ള മറുപടി കൊടുക്കുന്നത്. ഇനി അതിനുശേഷം പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തിയ നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. എന്തോ അറിയാം ഇതൊക്കെ. ഇവർക്കൊന്നിലും പറയാനുള്ള മറുപടി ഇല്ല. അതല്ല, ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർണ്ണ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം. എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയ ശ്രീമതി MA ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. IAS നേടിയെന്ന് വ്യാജമായി പറയുകയും അതിൻ്റെ പേരിൽ സ്വീകരണവും മറ്റ് കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. വഞ്ചനാക്കുറ്റം. അല്ലാതെ തന്നെ വഞ്ചനാക്കുറ്റത്തിന് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴേ പിടിച്ചകത്തിടേണ്ട സമയം കഴിഞ്ഞു. ആൾമാറാട്ടം നടത്തുന്നതിന്
IAS കിട്ടിയെന്ന് പറഞ്ഞിട്ട് IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ട്. സത്യമാണ്, ഇവർ ഒരു IAS കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇവർ വിദേശത്തൊക്കെ പോയി എന്തൊക്കെ തട്ടിപ്പ് നടത്തി, എത്ര ആളുകളിൽ നിന്ന് പൈസയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും എത്ര ആളുകളെ വലിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിനെ പറ്റിയിട്ട് അന്വേഷണങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരൂ. അതാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിനകത്ത് വ്യക്തമായിട്ട്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന കാര്യം. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ചു കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച സ്വീകരണം എന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യമായ നുണയർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ശരിയാണ്, ഈ മറ്റേ ഷഹനാസിനെ പോലെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതിനൊക്കെ സാധിക്കത്തുള്ളൂ. ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ കാര്യം കറക്റ്റ് കാര്യമാണ്. ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടികളിൽ ഇവരെ പോലെയുള്ള ആളുകളെയാണ് ആവശ്യം, നട്ടലുള്ള ആളുകളെ. ഇനി അതിനകത്ത് NB പുള്ളിക്കാരി ഇട്ടേക്കുന്നത് വെച്ചാൽ ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകളെന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. അതിൻ്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളുകളിലേക്കും സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചവും കൂട്ടിനുണ്ട്. അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സ്വന്തം. അപ്പം ഇതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിനകത്ത് MA ഷഹനാസിനെതിരെ ഷഹനാസിനെ വലിച്ചു കീറി ഒട്ടിച്ച് വെച്ചേക്കുന്ന പോസ്റ്റ്. ഇനി ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂ വെച്ച് തരാം. ഷഹനാസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനെ ചവിട്ടി താത്താനുള്ള പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ സമയം ആയപ്പോഴത്തേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ എവിടെയൊക്കെ ചെന്നിരുന്നിട്ട് മാറ്റിക്കാവോ, എവിടെയൊക്കെ ഇതിനെ ഒരു നെഗറ്റീവ് ആക്കാവോ, ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളെയൊക്കെ നെഗറ്റീവ് ആക്കാവോ, അതൊക്കെയാണ് ഇപ്പം പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും ഞാൻ ഈ പ്രസ്ഥാനത്തിലെ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷഹനാസ്. ഇപ്പം ഞാനിവിടെ ഒരു ക്ലിപ്പ് വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അതിനകത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ അടിച്ചാക്ഷേപിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിതൊന്നും അല്ല ആലോചിക്കുന്നത്, ഇതൊന്നും ഈ പ്രസ്ഥാനത്തിലുള്ള ഈ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ഈ പ്രസ്ഥാനത്തിലുള്ള എത്രയോ സീനിയറായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, ഇവരാരും ഇത് കാണുന്നില്ലേ? എന്തുകൊണ്ട് ഈ ഷഹനാസിനെതിരെ നടപടി എടുക്കുന്നില്ല? ഒരു അച്ചടക്ക ഒരു നടപടി പോലും ഈ ഷഹനാസിനെതിരെ എടുക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനം ഭീകരമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോഴത്തേക്ക് അയാൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് ഭയന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊന്നുമല്ല, ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഏറ്റവും ഭയപ്പെടേണ്ട പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രസ്ഥാനത്ത് എന്തോ വലിയ ഒരു ഇതാക്കി ചിത്രീകരിക്കുവാണ് ഈ ഷഹനാസ്. ആ പ്രസ്ഥാനത്തിലുള്ള ആളുകളെയും ആ പ്രസ്ഥാനത്തിനെയും. ഇപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് രാഹുലിനെ പത്രസമ്മേളനത്തിൽ ഇവർ പറഞ്ഞ വാക്കുകളുണ്ടായിരുന്നു, എന്തോ കോഴിക്കാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളെയും വെളിയിൽ വരും, ഒരു ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതൊക്കെ പുറത്തു വരുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെ ഉദ്ദേശം, ഇവരെ അജണ്ട അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാനുള്ള കാര്യം ഞാൻ പറയാം, ഞാൻ ഈ ഭരണപക്ഷവുമല്ല പ്രതിപക്ഷവുമല്ല, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു അംഗമല്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ സംസാരിച്ച് പോണെയാണ്. സത്യത്തിനൊപ്പം നിന്ന് എപ്പോഴും സംസാരിക്കും. അതാണ് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാം ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എത്രയൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിനെ അടിച്ച് താക്കാവോ അത്രയൊക്കെ താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല.
എന്നാലും നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനെതിരെ പറയുക, ആ രാഷ്ട്രീയത്തിലുള്ള ഒരാൾ അതിൽ നിന്ന് മാറി നിന്നാൽ, അതിൽ നിന്ന് പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊല ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള വളരെ ഒരു ഭയാനകമായ സാഹചര്യങ്ങൾ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പം ഏറ്റവും ഭയാനകമായ സാഹചര്യം ഉള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ എന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിന്റെ ഒഫീഷ്യൽ അല്ലാത്തൊരു സൈബർ ടീം. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സൈബർ ടീം അല്ല ഈ പറയുന്നതും സ്ത്രീകളെ അപമാനിക്കുന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ തൃക്കാക്കരയിലെ PT തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു പീഡകൻ, യുവ MLA നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന് തുടരാൻ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ് കാലകാലങ്ങളായിട്ട് കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച PT തോമസ് എന്ന് പറയുന്ന നേതാവിന്റെ ഭാര്യ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അന്ന് നിങ്ങൾ മരിച്ചു പോവേണ്ടതായിരുന്നു തള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിലുള്ള ലോജിക്ക് മനസ്സിലാക്കണം. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇത് ഒരു PR വർക്കാണ്. കേട്ടല്ലോ, കോൺഗ്രസ് പ്രസ്ഥാനത്തിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പല ആളുകളും PR വർക്കിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സൈബർ ടീമിനെ വെച്ചാണ് ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഇനി ഏത് പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞാലും ഇനി നോക്കിക്കോണം, ഉടനെ തന്നെ ഇവരൊരു മറുകണ്ഠം ചാടക്കം നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഷഹനാസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് നേരെ കമ്മ്യൂണിസ്റ്റിലേക്ക് പോയി, അല്ലെങ്കിൽ CPM-ലേക്ക് പോയി, അല്ലെങ്കിൽ BJP-യിലേക്ക് പോയി എന്നൊക്കെ നിങ്ങൾക്ക് ഉടനെ കേൾക്കാൻ പറ്റും. കാരണം ഈ ഷഹനാസിനെ പോലെയുള്ള ആളുകളെയൊന്നും വിശ്വസിച്ച് പാർട്ടിയിൽ നിർത്താൻ പറ്റുന്ന ടീമുകളേ അല്ല, വെറും അസിഡ് ടീമുകളെന്ന് വേണമെങ്കിൽ പറയാം. വിശ്വസിച്ച് നിർത്താനേ പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ ഷഹനാസിനെ ഇപ്പം ഇവരൊക്കെ ഏതൊക്കെയോ സീറ്റുകൾ കണ്ടിട്ടാണ് ഇവരൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ ഇത്രയും വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് ഇപ്പം ഈ ഒരിടത്തും സീറ്റ് കിട്ടുന്നില്ല എന്ന് കൂടി കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തെ തേച്ചിട്ട് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകളെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടില്ലേ, പുള്ളിക്കാരനെയൊക്കെ ഈ പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു ഇമേജിന് ഒരു കോട്ടം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളൊരു ഇതാണ്. ഒരു സമയത്തൊക്കെ ഈ ഷഹനാസിനൊക്കെ അസൂയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോട് ജനങ്ങൾക്കുണ്ടായിരുന്നൊരു ആരാധനയും ഒരു സ്നേഹവും, ആരാധനയല്ല ഒരു സ്നേഹം. കാരണം അത്രയും ഒരു ശക്തനായിട്ടുള്ളൊരു രാഹുൽ മാങ്കൂട്ടൻ്റെ ശക്തമായിട്ടുള്ളൊരു വളർച്ച കണ്ടിട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ ഷഹനാസിനൊക്കെ നല്ല കണ്ണുകടി ഉണ്ടായിരുന്നു. അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തൃശ്ശൂർ വരെ അവർ പോയിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിട്ട് നിരന്തരം ഈ MLA ആയിട്ട് മത്സരിക്കണം, ഭയങ്കര കേപ്പബിൾ ഉള്ള ആളാണ്, നല്ല വിജയത്തോടു കൂടി ജയിച്ചു വരും, എല്ലാവിധ ആശംസകളും എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് നിരന്തരം മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും ആശംസകൾ അറിയിച്ചുകൊണ്ടിരുന്ന ഈ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഈ ഇത്രയും വൈരാഗ്യം കൂടണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള അജണ്ട നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഇതൊന്നും നമുക്ക് ഇത് കൊച്ചു പിള്ളേർക്ക് വരെ ഇതൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക്, ഞാൻ സത്യം പറയുവാണെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരരുത്. സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിന്ന് എവിടെയെങ്കിലും നിന്ന് ജയിച്ച് കയറി വരിക. ജയിക്കുമെന്ന് വെച്ചാൽ അതിനകത്ത് 100% ഗ്യാരണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടം എവിടെ നിന്നാലും ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത്, എത്ര ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്നൊന്ന് അറിയാനാണ്. എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോഴും രാഹുലിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കത്തുള്ളൂ.